സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാതവന്ദനം. ധന്യമായ ഓരോ ദിവസം പിറക്കുന്നു, ഓരോ ദിവസവും മരിക്കുന്നു. കഴിഞ്ഞ ദിവസം മരിച്ചു, ഒക്ടോബർ 27 എന്നത്തേക്കുമായി പോയി കഴിഞ്ഞു. ഇനി അത് തിരിച്ചു വരില്ല. ഒക്ടോബർ 28 ഇന്ന് നമ്മളുടെ മുമ്പിലുണ്ട്. നാളെ വരാൻ പോകുന്നത് ഒക്ടോബർ 29. പണ്ട് ഒന്നും ചെയ്യാതെ അനങ്ങാതെ ഇരുന്ന ഭാരതം ഇന്ന് ഭാരതവും ഭാരതീയരും ലോകമെമ്പാടുമുള്ള ഭാരതത്തിനോട് ധന്യമായ ബന്ധം പുലർത്തുന്ന ഏത് രാജ്യക്കാരും കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, ഉൾക്കൊള്ളുന്നു. അത്യസാധാരണമാം വിധത്തിൽ ഭാരതം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഭാരതീയരും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ധന്യമായ മാറ്റം. ഓരോ തിന്മയും, ഓരോ പ്രശ്നവും, ഓരോ നെഗറ്റീവ് സംഭവവും പോസിറ്റീവാക്കി മാറ്റിക്കൊണ്ട് ഭാരതം മുന്നേറുന്നു. അത് ഭാരതത്തിൻ്റെ ധന്യമായ പ്രത്യേകത. എല്ലാ നെഗറ്റീവുകളെയും എണ്ണി പോസിറ്റീവുകളാക്കി മാറ്റുക. അത് ഭാരതത്തിൻ്റെ പൈതൃകം. ഇന്ന് തുടങ്ങിയതല്ല, ത്രേതായുഗത്തിലെ രാമായണം മുതൽക്ക് തുടങ്ങിയതാണ്. തിന്മകളെ നന്മകളാക്കി മാറ്റുക, പ്രശ്നങ്ങളെ അതെല്ലാം അവസരങ്ങളാക്കി മാറ്റുക, ജീവിതത്തെ പോസിറ്റീവുകളും നെഗറ്റീവുകളും നിറഞ്ഞ അനുഭവ പരമ്പരകളാക്കി മാറ്റുക. അതാണ് നമ്മളോട് വേദവും പറയുന്നത്. സുപ്രഭാതത്തിൽ നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് സമയം ആ വേദത്തിലെ സന്ദേശങ്ങളൊന്ന് കേൾക്കാം. 1-ാമത്തെ മണ്ഡലത്തിലെ 23-ാമത്തെ സൂക്തത്തിലെ 11 മുതൽക്ക് 20 വരെയുള്ള ഋക്കുകളാണ് നമ്മൾ വേഗത്തിൽ ഒന്ന് വായിക്കുന്നത്. അല്ലയോ വായുദേവന്മാരെ, കൂസലൊന്നും കൂടാതെ ദൃഢനിശ്ചയത്തോടുകൂടി വേഗതയോടുകൂടി വളരെ പെട്ടെന്ന് എവിടെയും എത്തിച്ചേരുന്ന മിന്നലും ഇടിശബ്ദവും പോലെ മേഘത്തെ ജയിക്കുന്ന വീര്യത്തോടുകൂടി മിന്നലിൻ്റെ ഇടിമുഴക്കം എല്ലാവരെയും കീഴ്പ്പെടുത്തുന്നത് പോലെ ജയിച്ചു മാത്രം ശീലമുള്ള ആ പ്രപഞ്ച ചൈതന്യമേ, ഞങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു വരിക. ധർമ്മനിരതന്മാരാകാൻ ഞങ്ങൾ തയ്യാറാണ്, അനുഗ്രഹിക്കുക. കർമ്മനിരതന്മാരാകാൻ ഞങ്ങളിതാ തയ്യാറാണ്, അനുഗ്രഹിക്കുക. നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഞങ്ങളിതാ കർമ്മനിരതരാകുന്നു. ധർമ്മ സംസ്ഥാപനത്തിന് ഏതാണോ യോജിച്ചത് അതിനെ ഞങ്ങൾ പ്രാപിക്കട്ടെ, ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുക. ഹസ്കാരാദ് വിദ്യുതസ്പര്യതോ ജാതാവന്തുനഃ മരുതോ മൃളയം ദുനഃ ആപൂഷം ചിത്രബർഹേഷാഗ്രണേ തരുണം ദിവഃ ആജാനഷ്ടം യഥാ പശും. ഒന്ന് നോക്കാം. അത്യന്തം പ്രദീപ്തമായതിൽ നിന്നും, അത്യന്തം തേജസ്സുള്ളതിൽ നിന്നും, പകൽ വെളിച്ചം പോലെ ചൈതന്യവത്തായ അതിൽ നിന്നും മൊത്തത്തിൽ ഉണ്ടാകുന്ന വെട്ടിത്തിളങ്ങുന്ന എല്ലായിടത്തു നിന്നും പ്രസരിക്കുന്ന മിന്നലിൻ്റെ ദീപ്തി വൈശിഷ്ട്യത്തോടു കൂടിയ ആ ശക്തി ഉപരിഭാഗത്ത് നിന്നും അതുപോലെ അന്തരീക്ഷത്തിൽ നിന്നും ഞങ്ങൾക്ക് ആ ശക്തിയും തേജസ്സും വന്നു ചേരട്ടെ. ഞങ്ങൾക്ക് സുഖം എത്തിച്ചേരട്ടെ, ഞങ്ങൾക്ക് സംരക്ഷണം എത്തിച്ചേരട്ടെ. വായുദേവതകളെ ഞങ്ങൾക്ക് സൗഖ്യം തന്ന് അനുഗ്രഹിക്കുക, ഞങ്ങൾക്ക് സുഖം പ്രദാനം ചെയ്യുക. സമസ്ത ചരാചരത്തിനെയും സംരക്ഷിക്കുന്ന അല്ലയോ പൂഷ, സൂര്യലോകനാഥ, സൂര്യലോകത്തെ
സുദീപ്തമായ പ്രകാശത്തെ എത്തിക്കുന്നവനെ, സൂര്യന് തുല്യമായ തേജസ്സോടു കൂടിയവനെ, കിരണങ്ങൾ പൂർണ്ണമായിട്ട് നിറഞ്ഞിരിക്കുന്നവനെ, നല്ലവണ്ണം പ്രകാശിക്കുന്നവനെ, ഗമനശീലം വളരെ വേഗത്തിൽ എത്താൻ കഴിവുള്ളവനെ, എപ്രകാരമാണോ കൊടുങ്കാട്ടിൽ കാണാതായ പശുവിനെ, ഒറ്റ തിരിഞ്ഞു പോയ പശുവിനെ ഒരുവൻ കൊടുങ്കാടുകളിൽ അന്വേഷിച്ച് പിടിച്ചുകൊണ്ടുവരുന്നത്, അതുപോലെ ചുറ്റും വിചിത്രങ്ങളായ ദർഭപ്പുല്ലുകളോട് കൂടിയതും തെളിഞ്ഞ സൂര്യപ്രകാശത്തിൽ ചോലയിലല്ലാതെ വളരുന്നതും യാഗത്തിന്റെ പ്രധാന ഘടകവുമായ അമൃതലതയെ കാട്ടിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞു പോയ പശുവിനെ കൊണ്ടുവരുന്നത് പോലെ യാഗത്തിന്റെ പ്രധാന ഘടകമായ അമൃതലതയെ, ഓഷധി രസങ്ങൾ എടുക്കുന്നതിനായിട്ടുള്ള വൃക്ഷലതാദികളെ തെളിഞ്ഞ അന്തരീക്ഷത്തിലുള്ള സ്ഥലത്ത് നിന്നും ഇതാ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. അവ വളരുന്ന ഉയർന്ന ഭൂഭാഗത്ത് നിന്നും അത് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുക. പവിത്രവും ഉയർന്നതും പാവനവുമായ സ്ഥലത്ത് നിന്നും ഞങ്ങൾക്കത് ലഭ്യമാക്കുക. പൂഷാവേ, സമ്പന്ന പ്രകാശമയമായതും ആ പ്രകാശം കൊണ്ട് പദാർത്ഥങ്ങളെ പുഷ്ടമാക്കുന്നതുമായ അല്ലയോ പരമേശ്വര, ഗുഹ പോലെ ഗൂഢമായ ലോകത്ത് നിന്നും, അന്തരീക്ഷത്തിൽ നിന്നും, പീഠഭൂമിയിൽ നിന്നും, ഉയർന്ന ഭൂമിയിൽ ഒളിഞ്ഞു വർത്തിക്കുന്നിടത്ത് നിന്നും വിചിത്രങ്ങളായ സസ്യലതാദികൾ, ഔഷധികൾ, അതുകൊണ്ട് വലയം ചെയ്യപ്പെട്ട കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങൾ നിർവഹിക്കാൻ ശക്തി പകരുന്ന യോഗ്യമായ, നന്നായി പടർന്ന് വിലസിക്കുന്ന, കണ്ടുപിടിക്കാൻ പ്രയാസമായ ശ്രേഷ്ഠമായ സോമലതയെ, ഔഷധി വൃക്ഷങ്ങളെ, സസ്യലതാദികളെ ഞങ്ങൾക്ക് ലഭ്യമാക്കി ഞങ്ങളുടെ ആരോഗ്യവും ആയുസ്സും ഓജസ്സും അതിഗംഭീരമാക്കാൻ ഓഷധി ലതയെ ഞങ്ങൾക്ക് പ്രാപ്തമാക്കി അനുഗ്രഹിച്ചു തന്നാലും, ഇതുകൂടാതെ കർഷകൻ ഉദോസ മഹ്യമിന്ദൂഭിഃ ഷഡ്യുക്താംഗ ആനുശേഷീധത് ഗോഭിർയവം ന ചർകൃഷത്. ഇതുകൂടാതെ കർഷകൻ ധാന്യാദികളുടെ ലാഭത്തിനു വേണ്ടി ഭൂമിയെ സജ്ജമാക്കുന്നത് പോലെ, ഉഴുതുമറിച്ച് ഭൂമിയെ വളക്കൂറുള്ളതാക്കുന്നത് പോലെ, പൂഷാവായ ജഗദീശ്വരൻ, ഇന്ദ്രൻ, വായുദേവത, വരുണദേവത ഞങ്ങളെ യാഗം ചെയ്യിക്കുന്ന അവസരത്തില് യാഗസംബന്ധിയായ ഔഷധി ബലങ്ങളും സസ്യലതാദികളും മനോഹരമായ പ്രത്യേകതരം വിഭവം പ്രദാനം ചെയ്യുന്ന പ്രകൃതിയോട് കൂടിയ 6 ഋതുക്കളെ, വസന്താദികളായ കാലഭേദങ്ങളെ, എല്ലാവിധ വളർത്തുമൃഗങ്ങൾക്കും നാനാതരത്തിലുള്ള ധാന്യങ്ങൾക്കും ബലവർഗങ്ങൾക്കും കന്ദമൂലാദികൾക്കും വേണ്ടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ കർഷക സമൂഹത്തെ വളർത്തുന്നു, കൃഷിയെ വളർത്തുന്നു, ഭൂമിയെ പോഷിപ്പിക്കുന്നു, അന്തരീക്ഷത്തെ ചൈതന്യവത്താക്കുന്നു. വീണ്ടും വീണ്ടും ഉദ്ദിഷ്ട കാര്യത്തിന് അവയെ യോഗ്യമാക്കി ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് അതിനെ ഫലപ്രദമാക്കി തീർക്കുക. അംബയോ യന്ധ്യധ്വാഭിർജാമയോ അധ്വരീയതാം മധൂനാഭയാഃ. എപ്രകാരമാണോ ബന്ധുക്കളും ഹിതകരമായത് അനുഷ്ഠിച്ചു കൊടുക്കുന്ന സുഹൃത്തുക്കളും മിത്രങ്ങളും സഹോദരീ സമമായവരും സഹോദര സ്ഥാനീയരും സൗഖ്യം പ്രദാനം ചെയ്യുന്നത്, അതുപോലെ മാതൃസ്ഥാനീയമായ ജലം, ജീവന്റെ രക്ഷണ ഹേതുവായ ജലം, പ്രാണജലം യാഗം നടത്താൻ ആഗ്രഹിക്കുന്നവരായി ആരെല്ലാം ഈ ഭൂമിയിലുണ്ടോ അവർക്കെല്ലാം അഹിംസാത്മകമായി ജീവിക്കാൻ ആര് ആഗ്രഹിക്കുന്നുവോ അനുഗ്രഹിക്കുന്നുവോ അവർക്ക് മധുരരസയുക്തമായ സുഖകരമായ രസം, അമൃതരസം, ദേവഭാഗമായ യജ്ഞബലം മുകളിലോട്ട് പോയ ഭാഗത്തിലൂടെ എത്തിക്കുന്നതായിട്ട് സാധകന് ലഭ്യമാക്കുവാൻ അല്ലയോ ജഗദീശ്വര അനുഗ്രഹിച്ചാലും. ഏതൊരു ജലമാണോ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത്, വായുവില് ഏതാണോ ഹ്യൂമിഡിറ്റി ആയിട്ട് നിലനിൽക്കുന്നത്, ഇന്ദ്രിയ വിഷയമാകാത്തത്, കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും ചെവി കൊണ്ടും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടും അറിയാൻ സാധിക്കാത്തത്,
ആകാശവർത്തിയായത് ഹ്യൂമിഡിറ്റി ആയിട്ട് ചെറിയ മോളിക്യൂളുകളായിട്ടിരിക്കുന്ന ജലാംശം സൂര്യന്റെ പ്രകാശമധ്യത്തിൽ വർത്തിക്കുന്നത്, സൂര്യലോകത്തിൽ നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ സൂര്യൻ ഏതൊരു ജലത്തോടു കൂടിയാണോ സൂര്യലോകത്ത് വർത്തിക്കുന്നത്, അവ അപ്രകാരമുള്ള ജലം നമ്മുടെ സുഖദായകമായതിൻ്റെ നിലനിൽപ്പായ യജ്ഞത്തിന്, ആധ്യാത്മിക ജീവന ശരീരമായ യജ്ഞത്തിന് സാധകമായി ഭവിക്കട്ടെ. മേഘങ്ങളും അന്തരീക്ഷത്തിലുള്ള ജലാംശവും അതുപോലെ തന്നെ കുളങ്ങളിലും കിണറുകളിലും ഭൂമിയിലുമുള്ള ജലാംശവും, 3 തരത്തിലുള്ള ജലാംശവും മനുഷ്യന് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള സുഖവും സന്തോഷവും ആനന്ദവും പകരുന്നതായി തീരട്ടെ എന്നർത്ഥം. നമ്മുടെ സൂര്യകിരണങ്ങള്, നമ്മളുടെ ജീവജാലങ്ങള്, പശുപക്ഷി മൃഗാദികള്, ഭൂമിയിലെ വ്യത്യസ്ത ഭാഗങ്ങൾ, ഒഴുകുന്ന ശീലമുള്ള നദികൾ, ദിവ്യഗുണത്തെ പ്രദാനം ചെയ്യുന്ന സംശുദ്ധി വരുത്തുന്നതായ അന്തരീക്ഷം, വായു, ജലം കുടിക്കുന്ന എല്ലാ സസ്യലതാദികളും, അത് വലിച്ചെടുക്കുന്ന സസ്യലതാദികളും, ആ ജല തന്മാത്രകളെ സോമസ്വരൂപമായി ഹവിസ്സിനെ മാറ്റുന്ന പ്രകൃതിയിലെ ചൈതന്യവും, യാഗകർമ്മത്തിൽ ഉപയോഗിക്കാൻ യോഗ്യമായ പദാർത്ഥങ്ങളെ പാവനമായ നിലയിൽ ഉൽപ്പന്നമാക്കുന്നതിന് വേണ്ടി ഞാനിതാ ജലദേവതമാരെ യാഗശാലയിലേക്ക് ആനയിക്കുന്നു, ക്ഷണിച്ചു വരുത്തുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചാലും. അല്ലയോ വിദ്വാൻമാരെ, അപ്സ്വാ അന്തരവൃതമപ്സുഭേഷജമപാമുദ പ്രശസ്തയേ ദേവാഭവദവാജിനാഹ. അല്ലയോ വിദ്വാൻമാരെ, നിങ്ങൾ ജലത്തിന്റെ ഉൾഭാഗത്ത്, ജലകണികകളുടെ മധ്യത്തിൽ അവാന്തരമായി ഏതൊരു പീയൂഷമുണ്ടോ, മൃത്യുവിൽ നിന്നും രക്ഷിക്കുന്നുണ്ടോ, ജലവും വായുവും മനുഷ്യനെ സംരക്ഷിക്കുന്നത് പോലെ അപ്രകാരം വെള്ളത്തിൽ മരണത്തെ അതിജീവിക്കുന്ന ഏതൊരു ഔഷധി രൂപത്തിലുള്ള ധാതുലവണങ്ങളുണ്ടോ, കൂടാതെ അമൃതരൂപത്തിലും ഓഷധി രൂപത്തിലുമുള്ള പാനീയങ്ങളുടെ സ്രഷ്ടാക്കളായ ദേവതമാരെ, നിങ്ങൾ പ്രശംസയ്ക്ക് അർഹരാണ്, അനുഗ്രഹിക്കുന്നതിന് അർഹരാണ്, ബഹുമാനിക്കുന്നതിന് യോഗ്യരാണ്. വേഗതയോടുകൂടിയ, അമാന്തിക്കാതെ കഴിവിനെ അറിയുന്ന, ബഹുമാനിക്കുന്ന ആ ദേവതമാരെ, ഞങ്ങളെ അതിവേഗത്തിൽ അമാന്തിക്കാതെ ഞങ്ങളുടെ കഴിവിനെയും അറിയുകയും ഞങ്ങളുടെ കഴിവിനെയും ബഹുമാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുക. അപ്സുമേ സോമോ അബ്രവീദന്തർവിശ്വാനി ഭേഷജാഃ അഗ്നിം ച വിശ്വശംഭുവമാപശ്ച വിശ്വഭേഷജീഃ. എപ്രകാരമാണോ ഈ ഔഷധികളുടെ രാജാവായ സോമരാജൻ, മന്ത്രദർശികളായ മുനികള് ഓഷധി രൂപമായ അമൃതരസം ജലത്തിൻ്റെ അമൃതിൻ്റെ ഉള്ളിൽ പ്രപഞ്ചത്തിലെ എല്ലാ ഔഷധികളും ഉള്ളതായിട്ട് പറഞ്ഞു തരുന്നത്, പ്രപഞ്ചത്തിലെ ഔഷധ ഗുണമുള്ള സർവ സസ്യലതാദികളെയും നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, എല്ലാ ജഗത്തിനും സുഖകരമായ വൈദ്യുതിയും വെള്ളത്തിലുള്ളതായി പറഞ്ഞത്, അപ്രകാരം സമസ്ത സസ്യലതാദികളും മൂലസ്ഥാനമായ ജലവും ഔഷധികളുടെ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നു. അവ ഔഷധികളായി മാനവരാശിക്കും ജന്തുജാലങ്ങൾക്കും എക്കാലവും ഓജസ്സും തേജസ്സും ഔഷധി മൂല്യവും പ്രായോഗികമാക്കി തന്ന് അനുഗ്രഹിക്കുന്നു. അല്ലയോ ദേവതമാരെ, നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രണാമം, അനുഗ്രഹം ചൊരിയുക എന്ന് 10 ഋക്കിലൂടെ 23ാമത്തെ സൂക്തത്തിലെ 11 മുതൽക്ക് 20 വരെയുള്ള ഋക്കിലൂടെ നമ്മൾ വിവരിക്കുന്നു. പ്രണാമം, നമസ്കാരം.